സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ്എഫ്ഐ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുകയാണ്. ഇപ്പോൾ ഈയൊരു സമരപ്പന്തൽ വിവാദമായിരിക്കുകയാണ്. കാരണം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ ക്യാമ്പസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി പന്തൽ കെട്ടിയുള്ള സമരം ഇതാദ്യമായാണ്. ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിസി മോഹനൻ കുന്നുമ്മൽ ഇത് പൊളിച്ചു മാറ്റണമെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ സത്യപ്രതിജ്ഞാ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ സമരം മുന്നോട്ടു പോകും. ഈ പന്തൽ പൊളിക്കാൻ വന്നാൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമരപ്പന്തൽ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്താണ് അത്? സ്വാഭാവിക യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതല്ലേ. നമ്മൾ പന്തൽ പൊളിക്കാനോ ഇവിടെ സമരം മാറ്റാനോ നമ്മൾ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. അങ്ങനൊരു തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടം വരെ നമ്മൾ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും ഒരു പൊളിച്ചുമാറ്റൽ സമയത്ത് നിങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു സംഘർഷം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പോലീസൊക്കെ ഇവിടെ എത്തുമായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആവശ്യം സ്വാഭാവികമായും ജെനുവിനാണ്. അത് മാധ്യമങ്ങൾക്കും ഇവിടത്തെ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജെനുവിനാണ്. 4 മാസം കൊണ്ട് അധികാരത്തിൽ വന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ നടപടിക്രമങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ, വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ, ആ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ 4 മാസമായി പിടിച്ചുവയ്ക്കുന്ന നിലപാടാണ് വൈസ് ചാൻസലർ നടത്തിയിട്ടുള്ളത്. അത് വെറും സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് KSUകാരുണ്ടാക്കിയ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. 2 നോട്ടിഫിക്കേഷനും 2 ഇലക്ട്രോളും പ്രസിദ്ധീകരിച്ച് 2 തിരഞ്ഞെടുപ്പായി നടക്കുന്നതാണ്. അന്ന് റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായി റിസൾട്ട് പ്രഖ്യാപിച്ചു ഒപ്പിട്ട് ഷീറ്റ് മാറ്റിയതാണ്. അതിനുശേഷമാണ് സെനറ്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയത്. എന്നിട്ടും RSSകാരുടെ കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഈ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഏത് രൂപത്തിലും അത് പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്ന സമയം വരെ സമരം തുടരാൻ വേണ്ടി തന്നെയാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജികൾ ഹൈക്കോടതിയിലാണ് 28-ന് വിധി വരും, അതിനുശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകൂ എന്നുള്ളതൊക്കെയാണ്. അത് തീരുമാനം യൂണിവേഴ്സിറ്റി എടുക്കട്ടെ. അത് സ്വാഭാവികമായും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ നമ്മളെ ഭാഗം നമ്മൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ, വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ ഈ സമരം നമ്മൾ പുറകിലേക്ക് പോകില്ല എന്ന് യൂണിവേഴ്സിറ്റി അധികൃതരെയും നമ്മളോട് സംസാരിച്ച ആളുകളെ കൃത്യമായി അറിയിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഇത് പൊളിക്കാൻ, ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞുവെക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.